അമ്മ പറഞ്ഞത് എത്ര സത്യമാണ്. കുറച്ചു നേരം ആ ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചപ്പോ എന്തൊരു സമാധാനം. ഇളം കാറ്റ്, കുരുവികളുടെ ശബ്ദം, മലനിരകൾ. ദാ വരണം സമാധാനം കിടത്താൻ. എവിടെയും കൂടെ പിടിച്ച് എവിടെയെങ്കിലും പൂട്ടിയിട്ടിരുന്നെങ്കിൽ എനിക്ക് സമാധാനം കിട്ടി. നിങ്ങൾക്ക് എന്തിന്റെ കേടാ പ്രശ്നപ്പെട്ട? എന്താ ഈ പൊരി വെയിലത്ത് വന്നിരുന്ന് പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ? എടി, ഇതുപോലെ ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലത്തിരുന്ന് ബുക്ക് വായിക്കുന്നതിന്റെ സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ ഈ പൊരിവെയിലത്തിരുന്ന് പുസ്തകം വായിക്കുന്നതാണല്ലോ ശാന്തസുന്ദരമായിട്ട് ഉള്ള സുഖം. എടി, നീ തന്നെ ഒന്ന് നോക്ക്, എന്ത് ശാന്തതാണെന്ന് നോക്ക്. ഇവിടെ ഇളം കാറ്റ്, കുരുവികളുടെ ശബ്ദം, മലനിരകള്, സൂര്യപ്രകാശം. തേങ്ങാക്കൊലകൾ ആടിയില്ലേ പ്രകൃതി മനുഷ്യനെ? എന്നാ ഇവിടെ ഇരുന്ന് വെയില് കൊണ്ട് പുസ്തകം വായിക്കേ കേട്ടാ. വല്ല സൂര്യാഘാതം ഏറ്റു വീഴുമ്പോ എന്നെ വിളിക്കണേ. ഓ, അങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, ഫോണെല്ലാം താഴെ സറണ്ടർ ചെയ്ത് വെച്ചിരിക്കല്ലേ. അല്ല പ്രശോഭേട്ടാ, നിങ്ങളുടെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഇരിക്കുന്ന ഇരിപ്പിൽ ഓരോ ഭൂതോദയം തോന്നും. ഈ ഫോണെല്ലാം കൂടെ വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് എന്തിനാ മുളകിട്ട് അച്ചാറ് വെക്കാനോ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കാതെ കൈ ധരിച്ചോണ്ടിരിക്കുക. നിന്റെ സംസാരം കേട്ടിട്ട് എന്റെ കൈയാണ് ധരിക്കണത്. എന്തോന്ന്? നിന്നോടല്ല, ഞാൻ പ്രകൃതിയോട് സംസാരിച്ചതാ. ആ, ഇങ്ങനെ പ്രകൃതിയോട് സംസാരിക്കുന്നവരെ ഞങ്ങളുടെ നാട്ടില് വേറെ പേര് പറയാറ് സുനിത മേനോനെന്നായിരിക്കും. ദേ പ്രശോഭേട്ടാ, നട്ടുച്ചയ്ക്ക് എന്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കാൻ നിന്നേക്കരുത്. അല്ലേലും നിങ്ങൾ ഭർത്താക്കന്മാർക്കുള്ളതാ ഭാര്യമാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ അവരുടെ അച്ഛനമ്മമാരെ ട്രോളുക എന്നുള്ളത്. എടി, ഞാൻ നിന്നെ പറഞ്ഞ നീ എന്തെങ്കിലും എന്നെ അടിക്കാൻ എടുത്തോണ്ട് വരും. എന്നെക്കാളും ഞാൻ നിന്റെ അമ്മയെ പറഞ്ഞ നിന്റെ കാതിൽ തന്നെ അങ്ങ് ഒതുങ്ങിയിരിക്കുമല്ല. പ്രശോഭേട്ട, ആ ഫോണൊന്നും വാങ്ങിച്ച എനിക്ക് അത്യാവശ്യമായിട്ട് കുറെ പേര് വിളിക്കാനുള്ളതാ. അത്ര ഉണ്ടായിരുന്നുള്ള കാര്യം? ആ, ഇത് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞാ പോരാ. അത് വാങ്ങിച്ചു തരുമോ? പിന്നെ അല്ലാതെ. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ്. ആ ഫൈനിലുള്ള 2000 രൂപയും കൂടെ ഇങ്ങ് താ. 2000 രൂപ? ഒരു കാര്യം ചെയ്യ്, ആ ഫോൺ വാങ്ങിച്ചാ ഞാൻ ജിപേ ചെയ്തുതരാം. ആദ്യം ജിപേ ചെയ്യും, എന്നിട്ട് ഫോൺ വാങ്ങിച്ചു തരാം. ഫോൺ കിട്ടിയാലല്ലേ ജിപേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ 2000 രൂപ എന്റെ ഇല്ലല്ലോ. നീ ആദ്യം ജിപേ ചെയ്യും. നീ അല്ലേ ഇവിടുത്തെ കൺവിൻസിങ് സ്റ്റാർ. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലല്ലേ? തീരെയില്ല. ഓഹോ, നിങ്ങൾ അനുഭവിക്കും. 10 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചോണ്ട് തന്നെ ഇരിക്കണം. അനുഭവിക്കും. ആ ഫോൺ സൈലന്റ് ആക്കി വെച്ചോളൂ. ഇവളെയും കൂടെ സൈലന്റ് ആക്കി വെച്ചിരുന്നെങ്കിൽ എന്റെ തലച്ചോറ് ചകിരിച്ചോറാവൂലായിരുന്നു. ഓരോരുത്തന്മാര് കയറി വന്ന് ഓരോന്നും പറഞ്ഞിട്ട് എന്തോന്നാണോ താലി ഓടി കലശ് വരുന്നത് മനുഷ്യനെ പേടിപ്പിക്കാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പോ? ആർക്ക്? അല്ല, മാഡത്തിന്. എനിക്കോ? എന്ത് കുഴപ്പം? അല്ല, ഞാനൊരു 10 രൂപ മാഡത്തിനെ വിളിച്ചിരുന്നു. ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ വീണ്ടും പ്രശോഭനെ ഒരു 21 വിളിച്ചു. അയാളും ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ ലക്ഷ്മി ഒരു 22 വിളിച്ചു. അവരും എടുത്തില്ല. അപ്പൊ ഞാൻ മുത്തുനെ 23 ഫോൺ വിളിച്ചു. ആരും എടുക്കുന്നില്ല. അയ്യോ, ഇതേ താൻ ഉണ്ടാക്കി വെച്ചതാ. എന്തോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണൂന്ന് കേൾക്കാറില്ലേ? അതായിപ്പോ ഇവിടെ സംഭവിച്ചത്. എനിക്കൊന്നും ഓർമ്മയില്ല. ഇന്നലെ താൻ പറഞ്ഞല്ലോ, ഇവിടെ ആരും ഫോൺ എടുക്കരുത്, മാഡം ശ്രദ്ധിക്കണം, മാഡം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണം, തലച്ചോറെല്ലാം കൂടെ എടുത്തോണ്ട് പോകുന്നൊക്കെ പറഞ്ഞില്ലയോ? അങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനേ ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ ഒരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. ഈ വീട്ടിലുള്ള ഒരുത്തനും ഇന്നത്തെ ഒരു ദിവസം ഫോണിൽ തൊടാൻ പാടില്ല, വിളിക്കാനും പാടില്ല, എടുക്കാനും പാടില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാവരും ഫോൺ കൊണ്ടത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതോ മറ്റോ തെറ്റിച്ച് ഫോൺ എടുത്താൽ 2000 രൂപ പിഴ അവിടെ വെച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ആക്കി മാഡം? അങ്ങനെ ആക്കി. കാരണം മാനേജർ സാറ് പറഞ്ഞ് വരട്ടിയില്ലേ, തലച്ചോറൊക്കെ എടുത്ത് കളയേണ്ടി വരും. അല്ലാതെ അപ്പോഴ് വേറെ ഒരു വലിയ പ്രശ്നമുണ്ട് മാഡം. നമ്മുടെ മലേഷ്യൻ കമ്പനിയുടെ MD ഉണ്ടല്ലോ, ലത്തീഫ് മാഡത്തിന് ഒരു 10 രൂപ വിളിച്ചായിരുന്നു. കിട്ടാതെ വന്നപ്പോ കമ്പനി വിളിച്ചു, ഓഫീസ് വിളിച്ചു. അത് പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതേ. അയാൾ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 മണിക്കൂറിനാണ് മാഡം തിരിച്ച് വിളിച്ചില്ലെങ്കില് നമ്മുടെ കമ്പനിയായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി കൂടെ വായിരുന്നത് കേട്ടല്ലോ. കിട്ടിയല്ലോ.
അത് തന്നെ. ഓ, ആ മനുഷ്യൻ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നതാ ഭഗവാനെ. അതെ മാഡം ഒരു കാര്യം ചെയ്യും 2000 രൂപ വലിച്ചെറിഞ്ഞിട്ട് ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് മാഡം അയാളെ ഒന്ന് തിരിച്ചു വിളി. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അതേ, ഞാനുണ്ടാക്കിയ നിയമമാ. എന്നിട്ട് അത് ഞാൻ തന്നെ തെറ്റിക്കാന്ന് വെച്ചാല് ഇതിപ്പോ നാണക്കേട് വേറെ വല്ലതും കൊണ്ടോടോ? എനിക്കിനി ഈ വീട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റും ആരുടെയെങ്കിലും മുമ്പിൽ കൂടെ? അല്ല മാഡം, ഇത് കോടികളുടെ ബിസിനസ് അത് വിളിക്കാതെ ഒരു കാര്യം ചെയ്യും. എന്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാം. അത് നല്ല ഐഡിയ. മേരാ ഫോൺ തുമാരാ ഫോൺ തരത്തില്ല. ഈ വീട്ടിൽ ആരും ഫോൺ ഉപയോഗിക്കരുതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്, അല്ലേ അമ്മേ? അതെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.